ഹലോ ഫ്രണ്ട്സ്, സിതാരെ സമീൻ പർ അമീർ ഖാൻ പ്രൊഡക്ഷൻസിൻ്റെ മൂവിയാണ്. അമീർ ഖാൻ പ്രൊഡക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം ഒരു മിനിമം ഗ്യാരണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിനിമകളായിരിക്കും അവർ ചെയ്തിട്ടുള്ളത്. ലഗാൻ മുതൽ നമുക്ക് തുടങ്ങി കഴിഞ്ഞാൽ അൽപ്പത്താൻ ലേഡീസ് വരെ മനോഹരമായ സിനിമകളാണ് മിക്കവാറും അമീർ ഖാൻ പ്രൊഡക്ഷൻസ് കമ്പനി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ പ്രതീക്ഷയെ ഒട്ടും കുറയ്ക്കാത്ത രീതിയിലുള്ള നല്ലൊരു സിനിമയാണ് സിതാരെ സമീൻ പർ. ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ഉള്ള കുറേ കുട്ടികൾ, അവരുടെ കഥയാണ്. അവരെ ഒരു ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വരുന്ന ഒരു ബാസ്കറ്റ് ബോൾ കോച്ചായിട്ടാണ് അമീർ ഖാൻ. വളരെ നന്നായിട്ട് ചെയ്തിട്ടുള്ള സിനിമ. അതിൽ അമീർ ഖാൻ ഓഫ് കോഴ്സ് ഖാൻമാരിൽ ഏറ്റവും നല്ല അഭിനയമുള്ള ഒരാളാണ് അമീർ ഖാൻ. പക്ഷേ അവർ അമീർ ഖാനൊക്കെ കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് ഈ കുട്ടികൾ ആക്ച്വലി റിയൽ ലൈഫിൽ ഇത് ഫേസ് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ അത്ര ടാലൻറ്റഡ് ആയിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. RS പ്രസന്ന എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്, അത് തമിഴ് ഡയറക്ടറാണ്. സാധാരണ തമിഴ് ഡയറക്ടർമാർ ഇപ്പോൾ മുരുകദോസ് ഉൾപ്പെടെയുള്ളവർ തമിഴ് ചെയ്തിട്ട് പോയിട്ട് ചെയ്യുന്ന സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ മനോഹരമായൊരു സിനിമ. ഡബിൾ മീനിങ് ഒന്നുമില്ലാത്ത, ആക്ഷനൊന്നുമില്ലാത്ത, ബോംബിങ്ങും ഒന്നുമില്ലാത്ത, ഫാമിലി ആയിട്ട് പോയി കാണാവുന്ന ഫീൽ ഗുഡ് മൂവി. ഈ ഈ സിനിമയെ പറ്റി പറയുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ളൊരു സിൻഡ്രോമുള്ള കുട്ടികളെ പറ്റി അവരുടെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഫാമിലി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ഓരോ സാധനങ്ങളാണ് നമുക്ക് പൊതുവെ ഇവർ തരാറ്. പക്ഷേ അതൊന്നുമല്ല. ഇത് വളരെ പോസിറ്റീവായിട്ട് വളരെ ജോവിയലായിട്ടുള്ള കുട്ടികൾ, അവരുടെ ലൈഫിൽ അവർ നമ്മളെക്കാൾ നോർമലായിട്ട് പെരുമാറുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ അല്ല അവരുടെ നോർമൽ, ആ രീതിയിൽ പെരുമാറുന്ന നല്ല കുട്ടികൾ, അവർ നല്ല ജോവിയലായിട്ടുള്ള കുട്ടികൾ, അവർ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്നു, അവരത് ലൈഫിൽ എത്രത്തോളം ഫോളോ ചെയ്യണു, അതൊക്കെയാണ് ഈ സിനിമ. വളരെ നന്നായിട്ട് സന്തോഷത്തോടെ കണ്ടിറങ്ങാൻ പറ്റുന്ന സിനിമ, ശരിക്കും ഒരു ഫീൽ ഗുഡ് മൂവി. അതിൽ തന്നെ നല്ലൊരു മെസ്സേജ് നമുക്ക് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സിനിമ. അപ്പോൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അമീർ ഖാൻ പ്രൊഡക്ഷൻസിൻ്റെ പതിവ് സിനിമകളിൽ നിന്നും ഒരു ലെവൽ പോലും താഴേക്ക് വരാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. താരെ സമീൻ പറിൻ്റെ സ്പിരിച്വൽ സീക്വൽ എന്നാണ് പ്രൊഡക്ഷൻ കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ താരെ സമീൻ പറുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. താരെ സമീൻ പർ വേറെ സിനിമ, ഇത് വേറെ സിനിമ. രണ്ടിൻ്റെയും രണ്ടായിട്ട് തന്നെ കാണുക. കമ്പാരിസൺ വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം അതൊരു കുറച്ചുകൂടി ഇമോഷണലി നമ്മളെ ഹുക്ക് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു താരെ സമീൻ പർ. ഇത് ഇമോഷണലി നമ്മളെ ഹുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ സന്തോഷിപ്പിക്കുകയാണ് ഈ സിനിമ ചെയ്യുന്നത്. കാരണം ആ രീതിയിലാണ് അതിൻ്റെ മേക്കിംഗ് വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ഏരിയയിൽ പ്രശ്നങ്ങളുണ്ട്, എസ്പെഷ്യലി ആർട്ട്, സെറ്റ് ഡിസൈൻ അത്ര പോരാ. മ്യൂസിക് താരെ സമീൻ പറിൻ്റെ അത്ര എത്തിയിട്ടില്ല, പക്ഷേ എന്നാൽ പോലും ഒട്ടും മോശമല്ല. പിന്നെ ഡബിൾ മീനിങ് ഒന്നുമില്ല, ശ്ലീലപദ പ്രയോഗങ്ങളോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കുട്ടികളായിട്ട് കാണാൻ പറ്റാത്ത സീനുകളൊന്നുമില്ല. ഒരു ആക്ഷനും ഇല്ല, തോക്കോ ബോംബോ അങ്ങനെ ഇപ്പോഴത്തെ ഹിന്ദി സിനിമകളിൽ കാണുന്ന ഒരു നാടകവും ഇല്ല. അപ്പോൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. സിതാരെ സമീൻ പർ ഇന്നലെ റിലീസായതുണ്ട്, വേൾഡ് വൈഡ് റിലീസായിട്ടുണ്ട്, എല്ലാ തിയേറ്ററുകളിലും ഉണ്ട്. അതിൻ്റെ തമിഴ് വേർഷനും ഹിന്ദി വേർഷനും ഉണ്ട് ഇന്ത്യയിൽ. ഒറിജിനൽ ഹിന്ദി ആയതുകൊണ്ട് ഹിന്ദി മനസ്സിലാക്കാൻ പറ്റുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ സബ് ടൈറ്റിലുണ്ട്, ഹിന്ദി തന്നെ കാണുന്നതായിരിക്കും നല്ലത്. ഗൾഫിലൊക്കെ അവർ അറബിക് വേർഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ഈ അടുത്ത് കണ്ടതിൽ നല്ലൊരു ഫീൽ ഗുഡ് മൂവി, സിതാരെ സമീൻ പർ.